പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃഷ്ണയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് കാഴ്ചശേഷി ലഭിക്കാൻ കാരണം രാധികയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്നു. ഇതോടെ എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് കൃഷ്ണ. എന്നാൽ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്നു സംഭവിക്കുകയാണ്. കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി ലഭിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുകയാണ് കാവ്യ. ഇത് കാവ്യയെ സന്തോഷിപ്പിക്കുന്നുവെങ്കിലും താനെടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കാവ്യ കൃഷ്ണയെ കാണാൻ പോകുന്നുമില്ല. പക്ഷേ ഇതേ തുടർന്നാണ് രാധികയുടെ കണ്ണുകളാണ് കൃഷ്ണയ്ക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത്. ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് കാവ്യ. എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. മാത്രവുമല്ല, അവൾ മരിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്നും, എങ്ങനെയാണ് ഇത്രയും നാളുകൾക്ക് മുൻപ് മരിച്ച അവളുടെ കണ്ണുകൾ ഇപ്പോൾ കൃഷ്ണയ്ക്ക് ലഭിക്കുക എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരു പക്ഷേ രാധികയുടെ ട്വിൻ സിസ്റ്റർ ആകുമോ അത് എന്നുള്ള ചോദ്യവും ബാക്കിയായിരിക്കുകയാണ്. എന്തായാലും കൃഷ്ണയെ ഇതേ തുടർന്ന് കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കാവ്യ. പക്ഷേ ഇതേ സമയം കൃഷ്ണയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. രാധിക പണ്ടേ മരിച്ചതല്ലേ എന്നും, പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ തനിക്ക് കണ്ണ് ദാനം ചെയ്യാൻ സാധിക്കുക എന്ന് കൃഷ്ണ ചോദിച്ചതിനെ തുടർന്ന്, നിങ്ങൾ പറയുന്ന രാധിക ആരാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നും, ഇത് രാധികയല്ല മറിച്ച് തൻ്റെ മകൻ്റെ ഭാര്യയാണ് ഇതെന്ന് അറിയിക്കുകയും ചെയ്യുന്ന ലക്ഷ്മി, അവൾ ഈ അടുത്താണ് മരണപ്പെട്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ്. രാധികയുടെ ട്വിൻ സിസ്റ്ററാണ് അതെന്നുള്ള കാര്യം ഇതേ തുടർന്ന് അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും. ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള കാര്യം കൃഷ്ണ അറിയിച്ചതിനെ തുടർന്ന് ശരിയാണ് എന്ന് ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ ജയദേവനും പറയുകയാണ്. ഞങ്ങളും ഒരിക്കലും ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രവുമല്ല, ഇത് ദൈവത്തിൻ്റെ കളി തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, തൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ കുഞ്ഞിനെയാണ് ഇപ്പോൾ താൻ കാണുന്നത് എന്നുള്ള കാര്യം തന്നെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന ജയദേവൻ അതുകൊണ്ട് തന്നെ കൺമണി ഇനി ഞങ്ങളുടെ കൂടി കുട്ടിയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യമെല്ലാം കാണുന്നത് ഉമയെയും ആകെ സന്തോഷിപ്പിക്കുന്നു. ഇതേ തുടർന്ന് ഇനി വീട്ടിലേക്ക് പോകാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൃഷ്ണ, ഒരു ദിവസം ഞാൻ മണിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് ജയദേവന്റെ വീട്ടിലേക്ക് വരുന്നതാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ അത് സന്തോഷമുള്ള കാര്യമാണ് എന്ന് അറിയിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. മണിക്കുട്ടിയും ഈ സത്യങ്ങൾ അറിഞ്ഞ് ഞെട്ടിപ്പോകുന്നു. എന്തായാലും ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന കൃഷ്ണയെ കാണുന്നതിനായി എത്തുന്ന കാവ്യ കൃഷ്ണയോട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ്. ഇതോടെ കാവ്യയോട് തൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശേഷി തന്നവരോട് ഞാൻ ഇപ്പോഴും എപ്പോഴും കടപ്പെട്ടിരിക്കും എന്ന് വ്യക്തമാക്കുകയും, പക്ഷേ നീ എന്നെ കാണുന്നതിനായി വന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇനി കമ്പനിയിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കുമെന്നും, ഇനി മണിക്കുട്ടി പഠിക്കുന്നതിനായി പോകുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൃഷ്ണ. മാത്രവുമല്ല, ഇനി നിന്നെ പഠിക്കുന്നതിൽ നിന്ന് തടയുന്നത് ആരാണ് എന്നുള്ള കാര്യം എനിക്ക് കൂടി കാണണം എന്നുള്ളത് വ്യക്തമാക്കുന്ന കൃഷ്ണ
ഇനി എല്ലാം കേട്ടും സഹിച്ചും ഇവിടെ ജീവിക്കാനല്ല താൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഒരുപാട് ഞങ്ങൾ കണ്ടും കേട്ടും ക്ഷമിച്ചു. പക്ഷേ ഇനി അങ്ങനെയല്ല. തിരിച്ചടികളുടെ സമയമാണ് ഇനി. കാവ്യ ഒരിക്കൽ പോലും തന്നെ സഹായിക്കാനോ താൻ പറഞ്ഞ സത്യങ്ങൾ മനസ്സിലാക്കാനോ തയ്യാറായില്ല. അതിൻ്റെ വിഷമം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇനി ഞാൻ തന്ന സമയം അവസാനിക്കുകയാണ് എങ്കിൽ ഞാൻ ഉമ്മയുടെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യും. മാത്രവുമല്ല, ഉമ്മ കാഴ്ചശേഷി തിരികെ ലഭിച്ചു എന്ന് കരുതി തൽക്കാലത്തേക്ക് മടങ്ങിപ്പോകേണ്ടതില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. കാര്യങ്ങൾ ഒരു തീരുമാനം ആകട്ടെ, അതിനുശേഷം നീ ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ്ണ. ഇത് കേൾക്കുന്നത് ഉമയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകുന്നു. ഇതോടെ ഞാനൊരിക്കലും കൃഷ്ണയെ വിട്ടു പോവുകയില്ല എന്നുള്ള കാര്യം മനസ്സിൽ പറയുകയാണ് അവൾ. മാത്രവുമല്ല, ഇതേ തുടർന്ന് കാവ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ കാഴ്ചശേഷി കൃഷ്ണയ്ക്ക് ലഭിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന ജയമോഹിനി ഉടൻ തന്നെ കാവ്യയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. കാവ്യയോട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന അവർ, കാഴ്ചശേഷി തിരികെ ലഭിച്ചതിനെ തുടർന്ന് ഉമയെ അവന് മടക്കി അയക്കാമായിരുന്നു. പക്ഷേ അവൻ അത് ചെയ്തില്ല. അതിനർത്ഥം എന്താണ് എന്ന് നിനക്ക് ഊഹിക്കാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ ദുരുദ്ദേശം മാത്രമാണ്. ഇനിയും അവനെ ഇങ്ങനെ ജീവിതത്തിൽ നിർത്തേണ്ട ആവശ്യമുണ്ടോ? സിത്തുവിനെ വിവാഹം കഴിച്ചുകൂടെ? നീ ഇപ്പോൾ പറയുകയാണ് എങ്കിൽ സിത്തുവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ശരിയാക്കാം എന്നും പറഞ്ഞതിനെ തുടർന്ന് അതിനുള്ള സമയമായിട്ടില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് കാവ്യ. ഇതിനിടയിൽ സിത്തുവും അതുപോലെ തന്നെ ഭരതും തിരികെ വീട്ടിലേക്ക് എത്തുന്നു. കാഴ്ചശേഷി തിരികെ ലഭിച്ച കൃഷ്ണയെ കാണുന്നതിനായി ചെല്ലുന്ന അവർ കൃഷ്ണയോട് ഇനിയിപ്പോൾ എന്താണ് ഉദ്ദേശമെന്ന് ചോദിക്കുന്നു. ഇതോടെ നീയൊക്കെ ഞാനില്ലാത്ത സമയത്ത് ഓഫീസിൽ കാണിച്ചത് എന്തൊക്കെയാണ് എന്ന് എനിക്ക് അറിയാം. അതെല്ലാം ശരിയാക്കണം. ഇനി മുതൽ നീ ഓഫീസിലെ ചാർജുകളിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. ഞാൻ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് അത് പറയേണ്ടത് താനല്ലല്ലോ കാവ്യേച്ചിയല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതാരാ പറയേണ്ടത് എന്നുള്ള കാര്യം ഞാൻ തന്നെ കാണിച്ചു തരാമെന്നും നീ ഇനി ഓഫീസിൽ കയറിയാൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിന്നെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി പുറത്താക്കും എന്നുള്ള കാര്യം കൃഷ്ണ ഓർമ്മിപ്പിച്ചത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഭരത്തിനെ. ഇതോടെ ഭരത്തിന്റെ പ്രതികാരം കൂടുകയും കൃഷ്ണയെ കൊല്ലുന്നതിനായി പുതിയ നീക്കം ആരംഭിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.